ചാലക്കുടിയിൽ അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ചാലക്കുടിയുടെ കാര്യത്തിൽ തുടക്കത്തിൽ രവീന്ദ്രനാഥിന് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങി, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ബെന്നി ബെഹനാൻ ആ മണ്ഡലത്തിൽ സുപരിചിതനായിരുന്നു. അദ്ദേഹം വളരെ വേഗത്തിൽ കളം പിടിച്ചു. അദ്ദേഹത്തിന് എന്താണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ 2020യുടെ സാന്നിധ്യമൊക്കെ നിർണായകമാണ്. എക്സിറ്റ് പോൾ പക്ഷേ അവിടെ ഒരു UDFന്റെ വിജയം പ്രവചിച്ചിട്ടുണ്ട് ഇതിനോടകം. UDF ക്യാമ്പ് ആവേശത്തിലാണോ, ആത്മവിശ്വാസത്തിലാണോ ആ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷം? ലക്ഷ്മി, വിജയകുമാർ, എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ്. പക്ഷേ ഇത്തവണ പല വിഷയങ്ങൾ UDFന് പരിഗണിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020യുടെ സ്വാധീനം തന്നെയാണ്. ബെന്നി ബെഹനാനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2018 ബെന്നി ബെഹനാൻ എന്ന UDF നേതാവിനെ, കോൺഗ്രസ് നേതാവിനെ 2020 ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി അന്ന് ലോക്സഭയിൽ സാബു എം ജേക്കബിന്റെ സ്ഥാപനത്തിനെതിരെ മാലിന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് UDF അത് വലിയ പ്രക്ഷോഭമൊക്കെയായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പിന്നീട് 2019 2020യെയും ഒപ്പം കുന്നത്തുനാടിനെയും പരിഹസിച്ചുകൊണ്ട് പ്രസംഗം നടത്തി, തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗം നടത്തി എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ച് 2020 വലിയ പ്രതിഷേധമൊക്കെ പരസ്യമായി തന്നെ സംഘടിപ്പിച്ചതാണ്. അങ്ങനെ ഒരു ശത്രുത 2020ക്കും ഒപ്പം ബെന്നി ബെഹനാനും ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ 2020 ഇറക്കുന്നത് ഈ 2020 എന്നത് മാത്രമല്ല, പ്രത്യേകിച്ച് സഭയുടെ ഏറെ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതൊക്കെ ഈ UDF ക്യാമ്പിനെ വലിയ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു വിലയിരുത്തലിൽ UDFന്റെ ഉറച്ച വോട്ടുകൾ എവിടെയും പോയിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് UDF ക്യാമ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് ബെന്നി ബെഹനാൻ മുന്നോട്ട് വെക്കുന്നത്, UDF ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. LDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ കരുതുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഏറ്റവും ആദ്യം പ്രചരണം ഈ മണ്ഡലത്തിൽ ആരംഭിക്കാൻ LDFനായിരുന്നു. അത് ഒടുക്കം വരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനം വരെ ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ ആ ക്യാമ്പിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുകുന്ദപുരമായിരുന്ന കാലം UDFന്റേതും പിന്നീട് ചാലക്കുടി ആയപ്പോൾ LDFനും UDFും മാറി മാറി ഭരിക്കുകയും ചെയ്ത മണ്ഡലത്തിൽ ഇത്തവണ ആർക്കൊപ്പമാണ് വിജയമെന്നത് പ്രവചനം അസാധ്യമായൊരു നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെ പോയത്. എന്തായാലും ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം നില മെച്ചപ്പെടുത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ. അശ്വിൻ, ഞങ്ങളൊരു 10 മണി 10:30 ആകുമ്പോഴേക്കും നാളെ അശ്വിനെ വിളിക്കാം. 10 മണി കഴിഞ്ഞ് അശ്വിനെ വിളിക്കാം. അപ്പോഴേക്കും ചാലക്കുടിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചാൽ സൂചന കിട്ടേണ്ടതാണ് അല്ലേ? ഉറപ്പായുമാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ 10 മണിക്കൂർ 47 മിനിറ്റ് 11 സെക്കൻഡാണ്. രാജ്യത്തിന്റെ ജനവിധി ആരെന്നറിയുന്ന വോട്ടെണ്ണൽ തുടങ്ങാനുള്ള സമയം. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങുന്ന 8:15 ആദ്യ ഫലസൂചന ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ആദ്യ ഫലസൂചന 8:30, 9, 10, 10, 11 മണിയാകുമ്പോഴത്തേക്കും ട്രെൻഡ് എങ്ങോട്ട്, അത് കേരളത്തിലാവട്ടെ കേന്ദ്രത്തിലാവട്ടെ, ട്രെൻഡ് എങ്ങോട്ടെന്ന് എന്നത് വ്യക്തമാകും അല്ലേ? ഉറപ്പായി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.